ദേവാസ്ത വിളി എന്നും പറഞ്ഞൊരു പ്രാർത്ഥനാ രൂപം കടലോര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കടലോര സമൂഹത്തിലല്ല, പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ദേവാസ്തമുണ്ട്. അപ്പം അവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരെല്ലാവരും വിളിച്ചു കൂട്ടിയായിരുന്നു. ഇവിടെ കേരളത്തിലുള്ള എല്ലാ ദേവാസ്വലിക്കാരും വിളിച്ചു കൂട്ടി. അവർക്ക് കുരിശും മാലയൊക്കെ കൊടുത്ത് രാത്രി സ്കോഡ് വർക്ക് അവരെന്ന് വെച്ചാൽ ഫ്രാൻസിസ് സീവറിൻ്റെ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ലയോളയുടെ മെഡിറ്റേഷൻ വെച്ചാൽ ഇഗ്നേഷ്യൻ മെഡിറ്റേറ്റ് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒന്നാമത് മരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഗ്നേഷ്യൻ മെത്തേഡ് തന്നെയാണ്. ഈ ആദ്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നീട് മരണം കഴിഞ്ഞിട്ട് പിന്നെ വിധി, പിന്നെ സ്വർഗം, പിന്നെ നരകം. ഇങ്ങനെ ഉള്ള ഇഗ്നേഷ്യൻ ധ്യാന രീതികളാണ് പ്രമേയവൽക്കരിച്ചിട്ടുണ്ട് ദേവാസ്തവിലുള്ളത്. അതാണ് ഫ്രാൻസിസ് സേവർ ഇവിടെ തുടങ്ങിയത്. രാത്രി ദിനം അതിൽ പറയുന്നുണ്ട്, ഒന്നാമത് മരണമെന്നും സൂര്യത്തെ ഇങ്ങനെ ഈ ക്ഷമാപ്രയറില്ലേ, ഹീറോ ഇസ്രയേൽ എന്ന് പറഞ്ഞ് യഹൂദൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ക്രൈസ്തവ രൂപമാണ് ദേവാസ്തവിളി. അതിനെക്കുറിച്ച് ഇപ്പം അദ്ദേഹം കേട്ടാൽ മതി. പക്ഷെ അവിടെയെല്ലാം ഈ ആയുസ്സിൻ്റെ ക്ഷീണതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ഉപവിയാകപ്പെട്ടവരെ, സ്നേഹിതരെ, നാളെ നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? മിശിഹാ തമ്പുരാൻ്റെ കൂടെ നിത്യതയോട് ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന്. അതാണ് ദേവാസ്തവിളിയുടെ പ്രമേയം എന്ന് പറയണത്. അപ്പം അതിനെന്ത് ചെയ്യണം? അതിന് അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പറ്റത്തില്ല. ഇപ്പം ഇതെങ്ങനെ ജീവിക്കണം? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം ഈ പ്രാവശ്യം വചനത്തിൽ മനുഷ്യൻ വളർന്നു വരുന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.